Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'al hazna idha shi'ta sahla. Rabbi zidna ilman nafi'a. Assalamu alaikum wa rahmatullahi wa barakatuhu. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഇതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ. പ്രിയ സഹോദരിമാരെ, ഖുർആൻ നമ്മൾ എല്ലാവരുടെ കയ്യിലുണ്ടല്ലേ? പക്ഷേ അത് മാർഗദർശനയാവുന്നതായിരിക്കാം മുത്തഖീങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അറിവ് നേടിയിട്ടുള്ള ഒരു യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി കൊടുക്കും. വേറൊരു ഹദീസിലുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഇൽമിന്റെ മജ്ലിസിൽ മലക്കുകൾ ചിറകുകൾ താഴ്ത്തി അവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും പാപമോചന പ്രാർത്ഥന നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ഡോട്ട്സെല്ലിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട്, അപാരമായ തൗഫീഖ് കൊണ്ട് ഹസീന ടീച്ചറിലൂടെ നമുക്ക് മിഷ്കാത്ത് എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ പറ്റി. നമ്മൾ കഴിവ് കൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് മാത്രം. സുബ്ഹാനല്ലാഹ്. ഇനി ഈ മിഷ്കാത്ത് ഗ്രൂപ്പിലൂടെ നമുക്ക് കുറെ നമ്മളെ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ? നമ്മളെ ടീച്ചർ ഹസീന ടീച്ചർ, പിന്നെ ഷാക്കിര ടീച്ചർ, നമ്മളെ മുന്തസ്മ, അങ്ങനെ കുറെ ആൾക്കാർ, കുറെ ടീച്ചേഴ്സ്, കുറെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് നമുക്ക് എപ്പോഴും ക്ലാസ്സസ് നൽകിക്കൊണ്ടിരിക്കും. നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാൻ, നമ്മളെ നഫ്സിനെ ശുദ്ധമാക്കാൻ, നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ സ്വഭാവം നന്നാക്കാൻ. സുബ്ഹാനല്ലാഹ്. അതിലൂടെ എങ്ങനെയാ നമ്മളെ ക്ലിയർ ചെയ്ത് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ ഈ ഖുർആൻ നമ്മൾക്കൊരു മാർഗദർശിനിയാവാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയെന്ന് അല്ലേ? നമ്മളിങ്ങനെ ആ ഒരു മുത്തഖീങ്ങളാക്കി മാറ്റുന്നു. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ നൂറ് സദ്ര എന്ന ക്ലാസ് നമുക്ക് ഇതിലൂടെ കിട്ടിയതെന്നല്ലേ? അൽഹംദുലില്ലാഹ്. ഈ നൂറ് സദ്രയിലൂടെ, ആയിഷ മുഅല്ലിമയിലൂടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അല്ലേ, ആയിഷ മുഅല്ലിമയുടെ നൂറ് സദ്രയിലൂടെ ഈ സൂറ ബഖറയെ നമ്മൾ ഒരു കടലാക്കി കണക്കാക്കി. ആ കടലിലെ മുത്തും പവിഴവും നമുക്ക് എടുത്തു തന്നത് ആയിഷ മുഅല്ലിമാണ്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മൾ ആ മുത്തവും പവിഴം അതിന്റെ പ്രകാശം ഇങ്ങനെ ആസ്വദിച്ച് അതിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ ഒരുപാട് സഹോദരിമാർ ഈ കരയിലോ ഈ കടലിലോ അല്ലെങ്കിൽ ഈ മുത്തും പവിഴം അറിയാത്ത ഒരുപാട് സഹോദരിമാർ എവിടെയല്ലോ ഉണ്ട്. അവരിലും നമ്മൾ ഈ മുത്തും പവിഴം എത്തിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കൊരു ഇൽമ ലഭിച്ചാൽ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് മാം എല്ലാവർക്കും അറിയാം, ഇസ്ലാമിക് ഓതറാണ്, റിലീജിയസ് സ്പീക്കറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, ചാരിറ്റി പ്രവർത്തകയാണ് അല്ലെ? മുംതാസ് മാം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. തഹജ്ജുദിലെ പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, ഡെയിലി പ്രാർത്ഥനകൾ, ഇതെല്ലാം ഒരുപാട് സഹോദരിമാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുമുണ്ട്. ഇപ്പൊ മുംതാസ് മാമിന്റെ ഗൈഡൻസിലൂടെ മുംതാസ് മാം കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിനെ വാർത്തെടുത്തിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന് മുംതാസ് കൊടുക്കുന്ന ഗൈഡൻസിന് എന്താ? ഷോർട്ട് കട്ട് ആക്കിയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഇസ്ലാമിക്കലി മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് മുംതാസ് മാമിന്റെ ഗൈഡൻസിലൂടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് ഫഹ്മുൽ ഖുർആൻ എന്നൊരു സംരംഭത്തിലൂടെ, പണ്ട് നമ്മൾ പണ്ടെന്ന് പറയാനില്ല, കേരളത്തിൽ ഈ വെള്ളപ്പൊക്കലായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയത്ത് സഹായത്തിനെത്തി ഒരുപാട് മുക്കുവറാന്നല്ലേ അവര് ബോട്ടും തോണിയിലായിട്ട്. അതുപോലെ നമ്മൾ ഫഹ്മുൽ ഖുർആൻ എന്നൊരു ബോട്ടിലൂടെ നമ്മൾ ആ ആഴക്കടലിലൂടെ പോയിട്ട് ആ മുത്തും പവിഴം കരയിലേക്കെന്ന് നമ്മൾ സഹോദരിമാരിലേക്ക് എത്തിക്കാൻ ഒരു ചെറിയൊരു പരിശ്രമം. നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ദാവ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമിലൂടെ ഒന്നുകൂടി ആഴത്തിലേക്ക് നമ്മളെ ദൗത്യം അല്ലെ, ദാവാ രംഗത്ത് കുറച്ചും കൂടി ഒന്ന് കാലുറപ്പിച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അതിനൊരു പരിശ്രമമാണ് നമ്മൾ ഈ ഫഹ്മുൽ ഖുർആൻ. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഫഹ്മുൽ ഖുർആൻ കോഴ്സിന്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ
ഇങ്ങനെ ഈ മാറ്റിയെടുക്കാനില്ലേ നമുക്ക് ഈ ഇൽമ പകർന്നു തരുന്ന നമ്മളെ ടീച്ചേഴ്സ്, നമ്മള് ആയിഷ മുഅല്ലിമ, ഹസീന ടീച്ചർ, മുംതസ് മാം, റംല ടീച്ചർ, ഷാക്കിര ടീച്ചർ, ബാനു ടീച്ചർ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് മുഅല്ലിമമാരുണ്ട്. അതുപോലെ ഈ മിഷ്കാത്തിന്റെ പ്രവർത്തനത്തിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെല്ലാവർക്കും അള്ളാഹു ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മളുടെ ഈ അമലുകൾ നമ്മളെ മീസാനിൽ കനം തൂക്കുന്ന അമലാക്കി മാറ്റട്ടെ. നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഫേവറേറ്റ് അബുദുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പകർന്നു കൊടുക്കുന്ന ഓരോ ഇൽമും, നമ്മളെ ഈ ടീച്ചേഴ്സ് ആയാലും നമ്മളായാലും, അത് ആദ്യം നമ്മളെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തെ സ്വാലിഹായ അമലാക്കി മാറ്റട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എന്റെ വാക്കുകൾ അധികരിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടി എന്റെ സുഹൃത്തും ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കറുമായ സുമയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഇനോഗ്രൽ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു അസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജഅലൽ ഹസ്ന ഇദാ ശിഅത സഹല. റബ്ബി സിദ്നി ഇൽമ. പ്രിയപ്പെട്ട മുന്തസ് മാം, മറ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ്, മറ്റ് സഹോദരിമാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല. കാരണം അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന് പണിയെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, 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 ആ ദിവസം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ അനന്തമായ അനുഗ്രഹം തന്നെയാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഖുർആനിനെ മനസ്സിലാക്കുന്ന ഒരു യാത്രയുടെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിൽ ജോയിൻ ആവാൻ സാധിച്ചു. നൂർ സുദരിയിലൂടെയും മിഷ്കാത്തിലൂടെയുമാണ് അവിടേക്ക് എത്തിയത്. മുന്തസ് മാമിനൂടെ പരിചയപ്പെട്ടതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ലൈഫിലുണ്ടായി. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തസ് മാമിലൂടെ എത്തിച്ചു തന്നു. ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിലൂടെ ഒരുപാട് ദായിമാരെ മുന്തസ് മാം വാർത്തെടുത്തു. ഓരോ ബാച്ചും കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ മുന്തസ് മാമിന്റെ ഒരു ഉപദേശം ഉണ്ടാവും. മുന്തസ് മാം ഞങ്ങളോട് എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരും ഇത് ഇവിടെ നിർത്തി പോകരുത്, തുടരണം. നിങ്ങളുടെ ലൈഫിലുടനീളം നാളെ ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ ഇത് തുടരണം, അല്ലെ? എന്താണ് മുന്തസ് മാം പറയുന്നത്? ഒന്നുമില്ലെങ്കിലും ഒരാളെയോ രണ്ടാളെയോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നിങ്ങൾ ഖുർആനിനെ കുറിച്ച് സംസാരിക്കണം. അത് മാത്രമല്ല, അത് ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് മുന്തസ് മാം പറയുന്നുണ്ടായിരുന്നു, ആ ഒരു കാര്യം നിങ്ങൾ എക്സാമിന് മുന്നേ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അതിന് മാർക്കും കൂടി ഇടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, എവിടുന്ന് തുടങ്ങണം എന്ന് ചിന്തിച്ചപ്പോ ആയിഷ മാമിന്റെ നൂർ സദരിയിലെ ക്ലാസ്സുകളിലൂടെയാണ് എനിക്ക് എന്റെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആയിഷ മാമിന്റെ ക്ലാസ്സുകൾ ഒന്ന് ഷോർട്ടൻ ചെയ്തിട്ട് എന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുത്താലോ. അത് ഞാൻ ആ ഒരു വിഷയം മുന്തസ് മാമുമായി ചർച്ച ചെയ്തപ്പോ ആയിഷ മാമിന്റെ അടുത്ത് ചോദിക്കാനിരിക്കെ ആയിഷ മാമിന്റെ അടുത്തും പറഞ്ഞു. അപ്പോഴും ആയിഷ മാം 100% സപ്പോർട്ടാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്താണ് മുന്തസ് മാമൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനിരിക്കുകയാണ്, നിങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കാര്യം ചിന്തിച്ചു തുടങ്ങിയത്. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ മാസങ്ങളോളമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരം ഞങ്ങളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിലെ സഹോദരിമാരുമായിട്ട് പങ്കുവെച്ച് ഈ കാര്യം നിരന്തരം ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിച്ച് ഞങ്ങൾ ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ, അള്ളാഹു ഇത് ഈ ഒരു പുണ്യ റമളാന്റെ മുന്നേ തുടങ്ങാൻ ഞങ്ങൾക്ക് അനുവാദം നൽകി, ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം നൽകി. അൽഹംദുലില്ലാ, 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 സുമ്മ അൽഹംദുലില്ലാ. ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ കോഴ്സിന്റെ പേര് തന്നെയാണ് അതിന്റെ ലക്ഷ്യം വ്യക്തമാക്കുന്നത്.
ഫഹ്മുൽ ഖുർആൻ, ഖുർആനിനെ വായിക്കുക മാത്രമല്ല അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ സൂറത്തുൽ മുഹമ്മദിൽ 24-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇതൊരു ചോദ്യം മാത്രമാണോ? അല്ല അല്ലെ, ഒരു ക്ഷണം കൂടിയാണ്, ഖുർആനിനെ അർത്ഥത്തോടു കൂടി സമീപിക്കാനുള്ള ഒരു ക്ഷണം. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതം പരീക്ഷണങ്ങളാൽ നിറഞ്ഞതാണ്. അള്ളാഹു ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വ്യക്തമാക്കുന്നുണ്ട്, വലനബുലുവന്നക്കും, നിങ്ങളെ ഞാൻ തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലെ, ഈ പരീക്ഷണങ്ങൾ വന്നാൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, എന്തിനാണ് ഇത്? എന്റെ റബ്ബ് എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ അലയും. ഈ ചോദ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് അലട്ടും. ഇതിനെല്ലാം ഉത്തരം ഖുർആനിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഖുർആനിനെ മനസ്സിലാക്കി പഠിക്കണം. അവിടെയാണ് ഈ ഫഹ്മുൽ ഖുർആൻ കോഴ്സിന്റെ പ്രാധാന്യം. ഇത് വലിയ സമയം ആവശ്യപ്പെടുന്ന ഒരു കഠിനമായ പഠനമൊന്നുമല്ല. സമയം കുറവുള്ളവർക്കും വർക്കിംഗ് വുമൻസിനും വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുന്ന സഹോദരിമാർക്കും വളരെ എളുപ്പത്തിൽ ഖുർആൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു അനുഗ്രഹീതമായ സംരംഭമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഖുർആൻ പഠനം വെറും അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിനാൽ ഇന്ന് ഈ ഉദ്ഘാടനത്തിലൂടെ നാം ആരംഭിക്കുന്നത് ഒരു ഇബാദത്തിന്റെ തുടക്കമാണ്. പ്രിയ സഹോദരിമാരെ, സമയമില്ല, ഇപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ് ഖുർആനിനെ മാറ്റിവെക്കരുത്. കാരണം ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വാക്കുകൾ നമ്മൾ തുറക്കാതെ വെച്ച ഈ ഖുർആനിലായിരിക്കും. ഈ ഫഹ്മുൽ ഖുർആന്റെ കോഴ്സ് ഫഹ്മുൽ ഖുർആന്റെ കോഴ്സ് നമ്മളെ ഖുർആനിനോട് കൂടുതൽ അടുത്തതാക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് തിരിക്കട്ടെ. ഈ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. യാ അള്ളാഹ്, നിന്റെ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകണമേ. ഈ ഫഹ്മുൽ ഖുർആൻ കോഴ്സ് നിന്റെ ഇഷ്ടമുള്ള ഒരു ജാരിയായ സ്വതക്കയായി നീ സ്വീകരിക്കണമേ യാ റബ്ബുൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇനി നമ്മൾ കൂടെ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ സമീർത്ത ഉണ്ട്. സമീർത്തയുടെ വാക്കുകളിലൂടെ നമ്മൾക്ക് ഫഹ്മുൽ ഖുർആനിനെ കുറിച്ച് കുറച്ചറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമാ. ഇന്നി ഉഹിബ്ബുകും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ സംസാരം വളരെയധികം അട്രാക്റ്റഡ് ആയി തോന്നാറുണ്ട്. അപ്പൊ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴും ആ ഒരു പോസിറ്റീവ് പ്രസൻസും ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മുടെ റബ്ബിന്റെ സംസാരമാണെങ്കിലോ, റബ്ബിന്റെ സംസാരത്തെക്കാൾ അട്രാക്റ്റീവായ ഒരു സംസാരവുമില്ല. അതാണ് ഖുർആൻ. ആയിഷ മാമിന്റെ വാക്കുകളിലും ആ ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആയിഷ മാം സംസാരിക്കുന്നത് അത് റബ്ബിന്റെ കലാമിനെ കുറിച്ചായതുകൊണ്ടാണ്. അതിലെ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും അത് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒരു ഫ്ലോ കിട്ടിയിരുന്നില്ല. എനിക്ക് പറയാനുള്ള വാക്കുകൾ ഉള്ളിൽ അങ്ങനെ കൂമ്പാരമായി കിടക്കുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നൊരു ഐഡിയ കിട്ടണില്ല. എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച്, പല പ്രതിസന്ധികളിലും എന്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചതിനെ കുറിച്ച്, എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് നടത്തിയ പ്ലാനിങ്ങിനെ കുറിച്ച്, ദൈനംദിന ജീവിതത്തിൽ തന്നെ ഓരോ നിമിഷങ്ങളിലും എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, ചോദിക്കാതെ പറയാതെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ നാവിന്റെ ആ ഒരു കെട്ടഴിയാത്ത പോലെ. അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കണം, ഒരു വഴി കാണിച്ചു തരണമെന്ന്. ആ ഒരു സമയത്താണ് ഇൻഫ്ലുവൻസിങ്
സ്പീക്കേഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഒരു പക്ഷെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഇൻഫ്ലുവൻസിങ് സ്പീക്കിംഗ് വോയിസ്. വളരെ ചെറിയ രീതിയിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഫാമിലി റിലേറ്റീവ്സ് അവരിലേക്കൊക്കെ എത്തിക്കാൻ ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിലുപരി ഓരോ തവണ ഞാൻ എൻ്റെ റബ്ബിൽ നിന്ന് അകലുമ്പോഴും എൻ്റെ റബ്ബ് എന്നെ ചേർത്ത് പിടിക്കുകയാണ്. അത് മുന്തസ്തയിലൂടെ, ഷിഹാനയുടെ എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പൊതുവെ ഞാനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഓരോ തവണ പുറകോട്ട് ചുവട് വെക്കുമ്പോഴും ഷിഹാന റബ്ബിലേക്ക് എന്നെ വലിച്ചെടുപ്പിക്കുകയാണ്. പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ബർക്കല്ലാഹ്, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ ഖുർആൻ നൂറസുദരിയിലൂടെ തന്നെ, ആയിഷ മാമിന്റെ വാക്കുകളിലൂടെ തന്നെ മുഴുവനായും തദബ്ബുർ ചെയ്യാനും ഹിഫ്ള് ചെയ്യാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പോഴൊക്കെ സ്വപ്നം കാണും ലാസ്റ്റ് ഖുർആൻ സൂറത്തുൻ നാസും കഴിഞ്ഞ് ഒരു മീറ്റപ്പ് വെക്കുന്നതും അതിൽ പ്രായമായ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നതും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആയിഷ മിമ്മിന്റെ നൂറസുദരി ക്ലാസുകൾ ഫഹ്മുൽ ഖുർആനിലൂടെ ഇതേപോലെ സൂറത്തുൻ നാസ് വരെ തദബ്ബുർ ചെയ്ത് ഹിഫ്ള് ചെയ്ത് അത് ലോകത്തുള്ള ഒരുപാട് പേരിലേക്ക് എത്തിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പരലോകത്ത് വിചാരണ ചെയ്യുന്ന ആ ദിവസം റബ്ബിന്റെ അടുക്കൽ അമൂല്യമായി വിശിഷ്ടമായി ഞങ്ങളെ ഈ ഫഹ്മുൽ ഖുർആൻ സന്തോഷത്തോടു കൂടി സമർപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ റബ്ബിന്റെ സഹായമുണ്ടെങ്കിൽ പിന്നെ എല്ലാം സാധിക്കും. ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും റബ്ബ് അത് കാണിച്ചു തരുന്നുമുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന വേദി പോലും അതിനുള്ള തെളിവാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകിയ ഈ ഒരു അവസരത്തിന് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഖുർആൻ പഠിതാവായിക്കൊണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യ വഴിയിൽ ഉപേക്ഷിക്കാതെ ഈ ഫഹ്മുൽ ഖുർആന്റെ ജേണി ഖുർആൻ അവസാനം വരെ ഭംഗിയായി കൊണ്ടുപോവാനും അത് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താനും അതുവഴി ഒരുപാട് പേർ ഈ ഖുർആൻ കൊണ്ട് അട്രാക്റ്റഡ് ആവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ ഷബ്നത്തെ ക്ഷണിക്കുന്നു. ഷബ്നത്ത. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. അൽഹംദുലില്ലാ. അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബേ, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്കും കോഴ്സിലേക്കും വീണ്ടും അള്ളാഹു ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയ നമ്മളെ ഓരോ കാര്യത്തിലേക്കും എത്തിക്കുന്നു പറയുന്നത് സത്യമാണ്. അൽഹംദുലില്ലാ, ഇങ്ങനെയൊരു കോഴ്സിന്റെ ഇനാഗ്രേഷനിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ചാൻസ് തന്ന അൽഹംദുലില്ലാ മുന്തസ് മാമിനോടും ഷിഹാനിനോടും അത് ഓർമ്മപ്പെടുത്തിയ ഷിഹാനിനോടും ഞാൻ നന്ദി പറയുന്നു. ജസാക്കല്ലാഹ് ഖൈർ. ഇവിടെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നു. വിജ്ഞാനം, അറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം അറിവ് പിന്നെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹദീസിലൂടെ. അറിവ് നേടുന്നവരല്ലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്നുള്ളത്. പിന്നെ അറിവുള്ളവരെ അള്ളാഹുവിനെ ഭയപ്പെടും. അറിവുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടാൻ പറ്റൂ എന്നുള്ളത് പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അരുൾ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ വിജ്ഞാനമാണ് പരമപ്രധാനം. അതില്ലെങ്കിൽ എന്താണ്, മതത്തിന് ജീവൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഖുർആൻ മനസ്സിലാക്കിയില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ജീവൻ ഉണ്ടാവും, നമ്മുടെ ഓരോ കാര്യത്തിനും എന്തുണ്ടാവുക, ആ ഒരു ജീവൻ ഉണ്ടാവുക. ഭൗതിക ലോകത്തെ നിലനിൽപ്പിന് എല്ലാതര വിജ്ഞാനങ്ങളും ആവശ്യമാണ്. എന്നാൽ വിശ്വാസം നന്നാക്കുകയും കർമ്മങ്ങളിലെ തെറ്റുകൾ തിരുത്തുകയും ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അറിവാണ് ഏറ്റവും ശ്രേഷ്ഠം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അറിവ് പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നമ്മൾ ഖുർആനിന്റെ ഫഹ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ആയിഷ മാമിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ലെങ്ത് ആണ്, ക്ലാസ് ലെങ്ത് ആണ് എന്ന് പറഞ്ഞ് കുറെ പേർക്ക് അത് കേൾക്കാനും സമയമില്ല എന്ന് പറയുന്നവർക്കും ഇതൊരു ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗമായിരിക്കും. ഇത് അവർക്ക് ഷോർട്ടായിട്ട് അവരുടെ മുമ്പിലേക്ക് നമ്മുടെ സഹോദരിമാർ എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്കും അതിനുള്ള അവസരം തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ 2-3 ഹദീസ് വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.
ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2-3 ഹദീസ് വായിക്കാന്ന് വിചാരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. പിന്നെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മുടെ നല്ല ഒരു ഖുർആൻ പാരായണം, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ, അതിന് ആ ഒരു തജ്വീദ് റൂൾസ് പഠിക്കുമ്പോൾ എല്ലാം നമുക്ക് എന്താണ്, നമ്മുടെ സൗണ്ടിലും എല്ലാം അല്ലെ നമ്മളോട് പറയാണ് നിങ്ങൾ നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ, ഖുർആൻ മനസ്സിലാക്കുന്നവരുടെ മഹത്വം എന്താണ് പറയുന്നത്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരു സത്യവിശ്വാസി മധുരനാരങ്ങ പോലെയാണ്. അതിന്റെ രുചിയും മണവും നല്ലതാണ്. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി കാരക്ക പോലെയാണ്. നല്ല രുചിയുണ്ട്, പക്ഷെ എന്താ മണമില്ല. ഖുർആൻ ഓതുന്ന കപട വിശ്വാസി റൈഹാൻ ചെടി പോലെയാണ്. സുഗന്ധമുണ്ട്, പക്ഷെ രുചി കയ്പാണ്. ഖുർആൻ ഓതാത്ത കപട വിശ്വാസി ആട്ടങ്ങ പോലെയാണ്. അതിന് മണവുമില്ല, രുചിയും കയ്പാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട കാര്യമാണ്. എന്താണ് ഞാൻ? മധുരനാരങ്ങയാണോ? ഞാൻ ആട്ടങ്ങയിൽ പെട്ടതാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഓക്കെ, എല്ലാവരും ചെയ്യുന്നു, പക്ഷെ അത് അർത്ഥവും കൂടി മനസ്സിലാക്കി അതിൽ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളത് നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സിലൂടെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇപ്പൊ നമ്മുടെ പറയാൻ വാക്കുകളില്ല, കാരണം ഹെന്ന ടീച്ചറുടെ ഹൃദയവിശാലതയുടെ ക്ലാസ് വീണ്ടും ആഴ്ചയിൽ ശനിയാഴ്ച 7 മണിക്ക് ക്ലാസ് വെച്ചപ്പോൾ അതിലൂടെ ഒരുപാട് വീണ്ടും ക്ലാസ് കേട്ടപ്പോ ഹൃദയത്തിന് ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മൾ വിചാരിക്കും പഠിച്ചാൽ കുറച്ച് മനസ്സിലായി, പക്ഷെ നമ്മൾ ഒരു അംശം പോലും നമ്മൾ മാറിയിട്ടില്ല. നമ്മളോട് തന്നെ പറയേണ്ട ഓരോ ക്ലാസ്സും നമുക്ക് എന്താണ് വിലപ്പെട്ടത്. നിങ്ങൾ ഓരോരുത്തരും സമയമില്ല എന്ന് പറഞ്ഞു ഒഴിവാകരുത്. ഇന്ന് എനിക്കും ക്ലാസ്സുകളുണ്ട് മാഷാ അല്ലാഹ്, പക്ഷെ എനിക്ക് ഏറ്റവും നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ മുന്തസ്ത മാമിന്റെ ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ഇതിൽ പങ്കെടുക്കണം എന്നുള്ളത്. അതിൽ ഞാൻ സമയം കണ്ടെത്തി മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുപോലെ നമുക്കും വിചാരിച്ച സമയം കണ്ടെത്താൻ പറ്റും. ഓരോന്നിനും നമുക്ക് അറിവ് നേടണം, അതെന്റെ ജീവിതത്തിൽ പകർത്തണം. നാളെ എനിക്ക് ഇതിലൊന്നല്ല, നമുക്ക് നാളെ ഈ ജന്നയിലാണ് എനിക്ക് ഈ സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ് നമ്മുടെ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഓതി എവിടെ നിർത്തുന്നുവോ അവന്റെ അത്രയും ഒരു ടോപ്പിലായിരിക്കും നമ്മളെ സ്വർഗത്തിന്റെ ലെവൽ ഉണ്ടാവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും അല്ലാഹു നല്ലതും കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. ഇനി നമ്മൾക്ക് നമ്മുടെ കോഴ്സ് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എവരെയും പ്രിയപ്പെട്ട മുംതസ് മാമിനെ ക്ഷണിക്കാം. മുംതസ് മാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. My beloved sisters, Assalamu alaikum wa rahmatullahi wa barakatuhu. Inna hadhal Qur'ana yahdi lilladhi hiya aqwam wa yubashshirul mu'minin. Inni uhibbuka fillahi. അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ഏവരെയും ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഹബ്ബക്കല്ലദീ അഹബ്ബതനി ലഹ് എന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വിഷയം, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾക്ക് ഏവർക്കും പരിചയമായ നൂർ സദരിയുടെ ഖുർആൻ തഫ്സീർ ഒരുപാട് വിശാലമായി എന്ന കാരണം കൊണ്ട് തന്നെ പല സഹോദരിമാർക്കും അത് പ്രാപ്യമല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ടും നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന്റെ സ്വാധീനം ഒന്നും കൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് നമ്മളിപ്പോൾ ഫഹ്മുൽ ഖുർആൻ എന്ന പേരിൽ ഇത്തരം ഒരു തഫ്സീർ കോഴ്സ് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിലെ പല എക്സ്പേർട്സും ആ കോഴ്സുകൾ ചെയ്യുകയും അതിൽ പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്തവരാണ്. എന്നിരുന്നാലും ഇതിന്റെ ശേഷവും കുറെ ആളുകൾ ഇതിൽ ആഡഡ് ആയിട്ടുണ്ട്. അവർക്കൊന്നും ഫസ്റ്റ് സെഷൻ കിട്ടിയിട്ടുമില്ല. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഈ ഖുർആൻ തഫ്സീർ നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന, അതായത് 2026
ഫെബ്രുവരി 2 ആരംഭിക്കുന്ന ഈ കോഴ്സ് ഇതിനെ നാസ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനും അതനുസരിച്ച് ജീവിച്ച എല്ലാവരുടെ ജീവിതത്തിലും പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ ഞാൻ ആരാണെന്ന് നിങ്ങളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. നൂർ സദരി ആയിഷ മാമിന്റെ ഉമ്മയാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പിന്നെ ഈ പുതിയ കോഴ്സിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചാൽ, അതായത് ധാരാളം വർക്കിംഗ് വുമൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ തന്നെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കി ജോലികളൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് ഓഫീസിൽ പോകണം. തിരിച്ചു വന്നാലും ഒരുപാട് വലിയ ജോലികൾ അവർക്ക് ചെയ്യാനുണ്ട്. അവർക്കൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പോലും വീട്ടിൽ ആരും ഉണ്ടാകാത്ത അവസ്ഥയാണ് പലപ്പോഴും. അവർ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അത്തരത്തിലുള്ളവർക്കും സമയമില്ല എന്ന് പരാതിപ്പെടുന്ന പല ആളുകൾക്കും സമയമില്ല, ആക്ച്വലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി അവർ പറയുന്നത്. കുട്ടികളെ നോക്കുവാനും മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും പിന്നെ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ നൂർ സദരി ക്ലാസ്സിലെ ആയത്ത് തഫ്സീർ കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇതൊരു യൂസ്ഫുൾ ആയ ക്ലാസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഇത് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കട്ടെ. ആമീൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം വയബശ്ശിറൽ മുഅ്മിനീൻ. അതായത് നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായ വഴിയിലേക്കാണ് മാർഗദർശനം നൽകുന്നത്. വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയും നൽകുന്നു. അൽഹംദുലില്ലാഹ്. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുലഭ മുഹൂർത്തമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹ്. It is an important moment in my life. അതായത് ഒരു പ്രേഷ്യസ് മൊമെന്റ് ആണ് എന്ന് കൂടെ പറയുന്നതിൽ അതിശയോക്തി ഇല്ല. അതായത് ഞാൻ അള്ളാഹുവിനോട് കുറെ നാളുകളായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്കൊരു ആഗോലി കൂട്ടാൻ പൂതിയുണ്ട്. ഞാൻ പൊതുവെ മീന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അള്ളാഹു ഒരു ആഗോലി എടുത്തോ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ കടല് തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞു തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫ്രീ ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞ പോലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെ തരാൻ, എന്ത് വിചാരിച്ചാലും തരാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാണ്ട് മറ്റാർക്കും സാധിക്കുകയില്ല അല്ലെ. നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ചോദിച്ചിട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. എനിക്കറിയില്ല, ഖുർആനോട് കൂടുതൽ അടുത്തത് മുതൽ നമ്മൾ പ്രാർത്ഥനയായിട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട. നമ്മൾ മനസ്സിലൊന്ന് ഉദ്ദേശിച്ചാൽ മാത്രം മതി, അത് അള്ളാഹു നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരും. ഈടായിട്ട് എന്റെ മകന്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ആകസ്മികമായിട്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഉപ്പനെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ 2-3 ദിവസത്തെ ഫംഗ്ഷനിലൊന്നും അദ്ദേഹത്തിന് ഒരു പിടി ചോറ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം. കാരണം വീട്ടിലിരിക്കുന്ന ആളാണല്ലോ, കല്യാണത്തിന് വരാനും പറ്റില്ല. അത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചില്ല അള്ളാഹിനോട് അവർക്ക് കൊടുക്കണോ എന്ന്. എനിക്ക് അതിന് എന്തൊരു സുവർണ അവസരം കിട്ടി എന്ന് വേണം പറയാൻ. അപ്പൊ ഉണ്ടാക്കാൻ നോക്കുമ്പോ കറിയും ചോറും മാത്രമേ ഉള്ളൂ, വേറെ എന്തൊക്കെയോ ഡെഫിഷ്യൻസി. അപ്പൊ ഉപ്പേരിയില്ല. അപ്പൊ ഫ്രിഡ്ജ് തട്ടിയപ്പോ കാബേജ് കിട്ടി. പിന്നെ വീടിറങ്ങി പൂട്ടാൻ നേരത്ത് താക്കോല് കാണുന്നില്ല. അങ്ങനെ ഓർമ്മിച്ച് നോക്കുമ്പോ താക്കോലൊരു കവർന്ന് കിട്ടി. അതും കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ ഒരു ഓട്ടോറിക്ഷക്കാരൻ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം എന്റെ പരിചയക്കാരൊന്നും ആരും ലൈനിലില്ല. അങ്ങനെ ഏതോ ഒരു സ്ട്രേഞ്ചർ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കയറി ഞാൻ അവിടെ പോയി അയാളെ കണ്ടു, ദുആ ചെയ്തു. ഒക്കെ പോരുമ്പോഴും അതൊക്കെ ഈസിലായിട്ട് അയാളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ പോയി നേരമില്ല ഞാൻ പോവാണ്, അത് നട്ടുച്ച സമയമാണ്. അപ്പൊ ഞാൻ വിചാരിക്കാം, ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഇത്ര ഈസിയർ ആൻഡ് ഈസിയസ്റ്റ് ആക്കി തരാൻ അല്ലാണ്ടത് ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല. ഇല്ല, ചോദിച്ചെങ്കിൽ ചോദിച്ചിട്ടാന്ന് വിചാരിക്കാമായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഇതിൽ നിന്ന് ഏറ്റവും വലിയൊരു ഗുണപാഠം, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ശാ. അല്ലാഹുവിൽ ഭയപ്പെടുന്നവർക്ക് ഖുർആനിൽ പിന്നെ ഗുണപാഠം, ഇബ്റത്ത് എന്ന് പറയുന്ന ഗുണപാഠമുണ്ടെന്ന് പറയുന്നത് ഇല്ലാത്തതല്ല. അതുകൊണ്ട് തന്നെ പല 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 വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ തോന്നിയിടുക, ചോദിച്ചിടുക. അത് അള്ളാഹു, എനിക്ക് തോന്നുന്നു ഖുർആനോട് അടുത്തത് കൊണ്ടായിരിക്കാം അള്ളാഹു എത്തിച്ചു തരും അല്ലെ. നമുക്ക് പ്രാപ്യമെന്ന് കാണുന്ന പലതും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരും. ഇതുപോലെ തന്നെ പിന്നെ സാന്ദർഭികമായി ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കുകയുണ്ടായി. അവിടെ ഒരു മരണ വാർത്ത അറിഞ്ഞായിരുന്നു ഞാൻ പോയത്. ഇപ്പൊ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ
അവര് പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വീടൊക്കെ കാണിച്ചു തന്നപ്പോ ആരോ എന്റെ കൂടെയുള്ളവരാരോ പറഞ്ഞു ഇങ്ങനെ ഒന്നും പോരാ, നമുക്ക് ഭക്ഷണം വേണം, താമസ പറഞ്ഞ ഞാൻ വിളിക്കും, ഞാൻ എന്തൊക്കെയോ തിരക്കിലായത് കൊണ്ടാണ്. അപ്പൊ ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്ലെടുത്തേക്കുന്ന ബുദ്ധിമുട്ടും കൂടെ ഇല്ലാണ്ട് ഇത്രയും മനോഹരമായ ഒരു വീട്, നല്ല മുന്തിയ മാർബിള്, മുന്തിയ തേക്ക്, മുന്തിയ ഈവൻ ബാത്റൂമിന് പോലും കൊള്ളാക്കുള്ള ഒരു വീട്, ഇത്രയും നല്ലൊരു വീട്, മാത്രമല്ല ജെൻസിന് പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിന്റെ അടുത്തും കൂടെ ഒരു ടോയ്ലറ്റ്, ഇത്രയും നല്ലൊരു വീട് എങ്ങനെ കിട്ടി മോളെ, എങ്ങനെ എന്താ നീ ദുആ ചെയ്ത് ഇരിക്കും? അന്നേരം എന്നോട് പറഞ്ഞു, എനിക്ക് വീട് വേണോന്നാണ് ചോദിച്ചപ്പോ അല്ല എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പിന്നെ ഉദയ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് പോലെ എന്റെ വീടാവണമെന്ന്. അത് തന്നെ ഞാൻ ദുആ ചെയ്ത് അങ്ങനെ എനിക്ക് വീട് കിട്ടിയെന്ന്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അന്ന് വിട്ടുപോയി. നല്ലൊരു ആംബിയൻസിൽ ആ വീട് കുട്ടിക്ക് കിട്ടാനുള്ള എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സാമ്പത്തികം അത്ര ഇല്ല, പക്ഷെ എന്തൊക്കെയോ ചാൻസസ് കുറവാണ്. പക്ഷെ അള്ളാഹു അതാണ് അല്ലെ, നമ്മൾ ചോദിക്കണം. പൂ ചോദിച്ചാൽ പൂക്കാലം തന്നെ തരുമെന്ന് പറഞ്ഞ പോലെ, ഞാനൊരു ആഗോലി ചോദിച്ചപ്പോൾ എനിക്ക് കടല് തന്നെ നീ ഫ്രീ ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൂട്ടാലോ അല്ലെ. അതുപോലെ എല്ലാ ആശയങ്ങളും അടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ, ഞാൻ ഏതെങ്കിലും സൂറത്തിന്റെ തഫ്സീർ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു മുഴുവൻ ഖുർആനിന്റെ തഫ്സീറിന്റെ എന്താ പറയുന്ന വക്താവ്, ഉപജ്ഞാതാവാക്കി മാറ്റാൻ സാധിച്ചത് അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, പക്ഷെ ആ ക്ലാസ്സുകളെല്ലാം തന്നെ സൈക്കോളജിക്കലിയോ അല്ലെങ്കിൽ ബയോളജിക്കൽ സംബന്ധമായിട്ടോ ഹെൽത്ത് ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂസോ അതല്ലെങ്കിൽ മറ്റേ പാരന്റിങ് സൈക്കോളജി, ചിൽഡ്രൻ സൈക്കോളജി, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ആൾക്കാർക്ക് താല്പര്യവും അതായിരുന്നു. അവര് പറയല്ല ഖുർആൻ ക്ലാസ്സുകളും മറ്റുള്ള തഫ്സീറും ഒക്കെ മറ്റുള്ളവർ എടുക്കുന്നുണ്ടല്ലോ, സിസ്റ്റർ ഇത് എടുക്കുന്ന നല്ലതെന്നാണ്. അങ്ങനെ എടുക്കും. എന്റെ മനസ്സിലൊരു മനസാക്ഷി കുത്ത് അനുഭവിച്ചിരുന്നു. ഞാൻ ഖുർആൻ എടുക്കുന്നില്ലാലോ റബ്ബേ, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നില്ലാലോ റബ്ബേ. പക്ഷെ എന്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അത് ഖുർആനിൽ നിന്ന് ഒന്നോ രണ്ടോ നല്ല സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ ഔട്ട് ഓഫ് ഖുർആനിൽ പറയുകയാണെങ്കിൽ പോലും ഹുസ്നുൽ ഹുൽക്ക് അവിടെ വന്നു അല്ലെ. ഏറ്റവും ഉന്നതിയിലാണ് സ്വർഗത്തിൽ സ്ഥാനം, നല്ല സ്വഭാവമുള്ളവർ, അങ്ങനെ ഖുർആൻ ടച്ച് ചെയ്ത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഡയറക്റ്റ്ലി ഖുർആൻ എല്ലാലോ എന്നിങ്ങനെ എന്റെ മനസ്സിനെ എപ്പോഴും കുത്തിയിരുന്നു. ആ ഒരു കുത്തലിന് ഒരു എന്താ എന്റെ ആ ഒരു ചോദ്യത്തിന് എന്റെ ഒരു മനോവ്യതയ്ക്കുള്ള ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാട്ടിത്തന്നിട്ടുള്ള. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും നൂറ് സദരി തഫ്സീർ ഉള്ളപ്പോൾ പിന്നെ ഒരു ഫഹ്മുൽ ഖുർആന്റെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് തഫ്സീർ ആൻഡ് വൈ സ്റ്റഡി തഫ്സീർ? എന്തിനു നമ്മൾ പഠിക്കണം അതും നൂറ് സദരി ഉള്ളപ്പോൾ എന്ന് നിങ്ങൾക്കെല്ലാം തോന്നിയേക്കാം. സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഒളിക്കുന്ന സംശയങ്ങളാണ്. അത് ഞാൻ മേലെ പറഞ്ഞല്ലോ, ധാരാളമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും അങ്ങനെ മറ്റു പലർക്കും ഇത് വെരി വെരി യൂസ്ഫുൾ ആണ്. അൽഹംദുലില്ലാ. പിന്നെ സാധാരണയായി ഒരുപാട് സബ്ജക്റ്റുകൾ ഇപ്പറഞ്ഞ പോലെ എടുക്കുമ്പോഴും എന്റെ മനസ്സിലെ ഒരു വിഷമമായിരുന്നു ഇത്. ഇപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർന്നു കിട്ടി അല്ലെ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ തീരുന്ന അല്ല, ഞങ്ങളുടെ എല്ലാം ആയുസ് ബാക്കി തീരുന്നത് വരെ ഞങ്ങളുടെ എല്ലാം ആയുസ് ബാക്കി വെക്കണേ എന്നുള്ള ഒരു ദുആ മാത്രം അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും പറയുന്നത്, നിങ്ങളും ചോദിക്കുക. ഞാൻ ആവോലി ചോദിച്ചപ്പോൾ എനിക്കൊരു ബഹർ തന്നെ തന്ന അള്ളാഹു നിങ്ങളൊരു മുട്ടുസൂചി ചോദിച്ചാൽ ചിലപ്പോ വലിയ മാണിക്യ കൊട്ടാരം നിങ്ങൾക്ക് നൽകിയേക്കാം. നമ്മൾ വക്കാനൽ ഇൻസാനു ഖത്തൂറ എന്നൊരു ആയത്ത് ഖുർആൻ തന്നെ. നമ്മുടെ മനുഷ്യന്മാര് ഭയങ്കര പിശുക്കന്മാരാ, ചോദിക്കൂല അല്ലെ. ഇപ്പൊ ഒരു ഉംറക്കൊക്കെ പോണെങ്കിൽ ഉംറ എന്നുള്ള ആശയം മനസ്സിൽ വരുമ്പോ ആദ്യം വിചാരിച്ച നമ്മളെ കയ്യിലെവിടെ പൈസ, അല്ലെങ്കിൽ നമ്മളെ പൈസ കൊണ്ടാണ് നമ്മൾ ഉംറക്ക് പോണത്? അല്ല, അള്ളാഹു തന്നിട്ടാണ്. മാത്രവുമല്ല അതേ ക്യാഷ് തന്നെ നമ്മുടെ കയ്യിൽ തിരിച്ചെത്തി നമ്മൾ ഉംറ കഴിഞ്ഞ് വന്നാല് നമുക്ക് ആ പൈസന്റെ ഒരു ഷോർട്ടേജ് നമുക്ക് തോന്നൂല. കാരണം അത് അള്ളാഹു തിരിച്ചു തരാമെന്ന് ഏറ്റവും വാഗ്ദാനം ചെയ്ത വളരെ സത്യമാണ്. അപ്പം അള്ളാഹുവിന്റെ അപാരമായി കുദറത്ത് കൊണ്ട് ബൈ ദ ഇമ്മൻസ് ഓഫ് ഗ്രേസ് ഓഫ് അള്ളാഹ് അല്ലെ, അള്ളാഹിന്റെ ഒരു എന്താ പറയണ്ട ഒരു മഹത്വം കൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കോഴ്സിന് ഇവിടെ നിൽക്കാൻ അല്ല പിന്നെ ഒരു ഭാഗ്യം ലഭിച്ച എന്ന് വേണം പറയാൻ. പക്ഷെ ഈ തഫ്സീർ പിന്നെ ഫഹ്മുൽ ഖുർആന്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ എന്നെ സന്തോഷിപ്പിച്ച വസ്തുത വേറെ ഒന്നും കൂടാണ്. എന്റെ പിന്നിൽ ഒരുപാട് സ്റ്റുഡൻസ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഷിഹാനായാലും പിന്നെ
ഷബിന ആയാലും നേരത്തെ സംസാരിച്ച ഷമീറ, സുമയ്യ, അങ്ങനെ റഹ്മത്ത്, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഞാനൊന്ന് വിളിച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ എന്റെ വലങ്കൈ പിടിക്കാൻ കാലിന് വയ്യാത്ത എന്റെ കൂടെ വരാൻ, എന്റെ ബുക്കുകൾ എടുക്കാൻ, ഇങ്ങനെ ആയിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള പിന്നെ സഹോദരിമാരും ഒക്കെ ഒരുപാട് ദിൽഷയൊക്കെ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതിനെല്ലാം ഉപരി ഇവരൊക്കെ ഈ രീതിയിൽ സംസാരിക്കാൻ ഇവരൊക്കെ പ്രാപ്തരാക്കിയല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ടെന്ന്. ഇപ്പൊ ഓരോരുത്തരും സ്പീച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ഞാനില്ലെങ്കിലും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വാഹകർ തന്നെയാണ്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ബാരിക്. ഇവരൊക്കെ തന്നെ നാളെ നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകളെ പഠിപ്പിക്കാനും തഫ്സീർ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും മറ്റെല്ലാ വിഷയത്തിലും മുന്നിൽ നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞങ്ങള് ഈ ഫഹ്മുൽ ഖുർആന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തവരോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ദയവ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ആഡ് ആകുവാൻ ശ്രമിക്കുക. എന്നാൽ ഈ പിന്നെ തഫ്സീർ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്നെ നോട്ടീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ആഡ് ആവണം. മാത്രമല്ല ഞാൻ എടുക്കുന്ന ക്ലാസ്സസ് ഒക്കെ അതിൽ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പല വിഷയങ്ങളും നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോ ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഇസ്തിഖാറ നമസ്കരിച്ച് അതിനു വേണ്ടി ദുആ ചെയ്തിട്ട് വേണം തുടങ്ങാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും ക്ലാസിന്റെ ഓപ്പണിംഗ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആയാൽ മാത്രം, ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുഴുവനായിട്ടും കിട്ടണമെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതല്ല എപ്പോഴെങ്കിലും കയറപ്പോ ഇത് സാധാരണയായിട്ട് മിഷ്കാത്തിന്റെ ടൈമിലല്ല, ഇതിന് ടൈം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓൾറെഡി മിഷ്കാത്തിൽ 7 ദിവസം എടുക്കാവുന്നതിനേക്കാളേറെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് രാത്രി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ക്ലാസ് ആയിഷ ഒരു 1.5-2 മണിക്കൂർ എടുത്ത ക്ലാസ്സുകൾ ഷോർട്ട് ടേൺ ചെയ്തിട്ട് ചിലപ്പോൾ 1 മണിക്കൂറോ അതിൽ കുറവോ ആയിട്ട്, അതും അങ്ങനെ കണ്ടന്റ് പിന്നെ ചെറുതാക്കുന്നു എന്നല്ലാണ്ട് അതിന്റെ എസൻസ് നഷ്ടപ്പെടുന്നില്ല, അതിന്റെ കാതൽ നഷ്ടപ്പെടുന്നില്ല. അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്നോണം ഞാൻ ഇന്ന് ഇവരൊക്കെ വിളിച്ച് എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ സ്റ്റുഡൻസ് സംസാരിക്കാറുണ്ട്. അൽഹംദുലില്ലാ. കുട്ടികളില്ല, അന്ന് ലീവാണ്, ആരും ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നലൊക്കെ ഒരു ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഓരോരുത്തർ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതിൽ കയറുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഖുർആൻ പിന്നെ എന്താണ് സ്പീക്കിംഗ് കോഴ്സിന്റെ ആവശ്യം എന്താ, നമുക്ക് സംസാരിച്ചു കൂടെ? അങ്ങനല്ല. ഇത് സ്പീക്കിംഗ് കോഴ്സിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയണം, എപ്പം പറയണം, എവിടുന്ന് പറയണം, ഇമോഷണലി പറയണോ, ചിരിച്ചുകൊണ്ട് പറയണോ, നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഏത് രീതിയിൽ അത് മേക്കപ്പ് ചെയ്യാം എന്നുള്ള ആ ഒരു വോയിസ് മോഡുലേഷൻ വരെ നമുക്ക് കിട്ടണമെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒന്ന് ഞാനൊരു ക്ലാസ് കേട്ടപ്പോ സഹോദരി ക്ലാസ് എടുക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ ആശയങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്ന് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്റെ സ്റ്റുഡൻസിന് നന്നായിട്ട് അറിയാം. അതിനുള്ള കോച്ചിങ് കംപ്ലീറ്റ് അവർക്ക് അവിടുന്ന് ഞങ്ങളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സ് ഒന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് കേട്ടോ നിങ്ങൾ വരണമെന്ന് പറയാൻ വന്നാലും പെട്ടെന്ന് ഒരു നിമിഷ കവി ആയിക്കൊണ്ട് തന്നെ അൽഹംദുലില്ലാ പ്രസന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് അവരൊക്കെ മോൾഡഡ് ആയി എന്നുള്ളത് തന്നെ വലിയ സന്തോഷം അറിയിക്കുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ റിയാദ് അല്പം പോലും മനസ്സിൽ തോന്നാതെ നമ്മുടെ മക്കള് ഈ ഒരു ദൗത്യം, അതായത് തഫ്സീറും പിന്നെ എടുക്കുക എന്നുള്ള ഫഹ്മുൽ ഖുർആന്റെ തഫ്സീർ പാരായണം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യം ഇവര് തന്നെ ഏറ്റെടുത്ത് 10-25 പേരോളം ഏകദേശം ആള് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സഹോദരിമാരായിരിക്കും ക്ലാസ് എടുക്കുക. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്ന് വേണം പറയാം. നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആകുവാൻ ശ്രദ്ധിക്കണം. പിന്നെ 26 ഫെബ്രുവരി 2 നമ്മുടെ ഈ ഖുർആൻ തഫ്സീറിലൂടെയുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാര്യം കൊണ്ട് ഈ തഫ്സീർ മുഴുവൻ ചെയ്യാനും അത് നമ്മുടെ ബന്ധുമിത്രാദികളിലേക്ക്
റെലവന്റ് ചേഞ്ചസ് ഇൻ ദർ ലൈഫ്, അവരുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്കെല്ലാം നമുക്കൊരു ക്ലാസ് കേൾക്കുമ്പോൾ തോന്നുന്നു അതിന്റെ അമ്മായിന്റെ മോള് കേൾക്കേണ്ട ക്ലാസ്സാണ്, അല്ലെ എന്റെ മറ്റോല് കേൾക്കേണ്ട ക്ലാസ്സാണ്. ചിലപ്പോ എന്നിലുള്ള പല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുന്നുണ്ടാവും, എനിക്കും മനസ്സിലാവും ഇത് എന്നെ ചൂണ്ടിയാണല്ലോ പറയുന്നതെന്ന് തോന്നും അല്ലെ. ചിലപ്പോൾ മറ്റു പലരെയും അപ്പൊ നമുക്കൊന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് കൊടുത്ത് അവരിലും പല മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചേക്കാം മേ ബി. അതായത് ഈ നൂറുൽ സദരി ഗ്രൂപ്പ് 10,000-ലേറെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ച ഒരു ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടല്ലാണ്ട് വേറെ എന്ത് പറയാൻ. മറ്റു പല യൂട്യൂബേഴ്സും ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം മന്ത്ലി പേയ്മെന്റ് ആയിരിക്കും ലഭിക്കുക. നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാ അല്ലെ. അത് അള്ളാഹുവിനെ ഭയപ്പെട്ട് മറ്റാരും കാണാണ്ട് സ്വകാര്യമായിട്ടും വാങ്ങാം. പക്ഷെ അതൊന്നും വാങ്ങാണ്ട് അള്ളാഹുവിന്റെ ഒരു തൃപ്തിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ച ആ നൂറുൽ സദരിയുടെ വഴികാട്ടിയായിക്കൊണ്ട് എളുപ്പത്തിലായിക്കൊണ്ട് ഈ ഫഹ്മുൽ ഖുർആനും ഇതുപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇത് തീരുന്നത് വരെ നാസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു മീറ്റപ്പ് തുടങ്ങുന്നത് വരെ നമ്മുടെ ആയുസ്സിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു, ആരോഗ്യത്തോടുള്ള ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. ഈ കോഴ്സ് ജനങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാനും ഇത് കംപ്ലീറ്റ് ചെയ്യുവാനും പിന്നെ ജനഹൃദയങ്ങളിലും പെരുമാറ്റങ്ങളിലും ഖുർആനിന്റെ ഒരു ജീവിതം കാഴ്ചവെക്കുവാനും സാധിക്കുമാറാട്ടെ. ആമീൻ. എന്റെ ഹൃദയ വിശാലതയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ഒരു കോഴ്സ് ഉദ്ദേശിച്ചപ്പം എന്നോട് പറഞ്ഞു, നീ ബുക്ക് എഴുതുന്നില്ലേ, ക്ലാസ് എടുക്കുന്നില്ലേ, വേറെ പല കാര്യങ്ങളും ചെയ്യുന്നതല്ലേ, അപ്പൊ നിനക്ക് പറ്റൂല ഇത്. എന്നോട് ആരോ അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, ഞാൻ ഒരു ഇബിലിസിന്റെ പിറകുന്ന വിളി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ ഇത് ഞാനിപ്പോ എടുക്കുന്നത്, എനിക്ക് ഇഷ്ടം പോലെ ഒന്ന് വിരല് നൊടിച്ചാൽ വരുന്ന കുറെ കുട്ടികളുണ്ടല്ലോ, അവര് നിർത്തിയെടുത്താൽ എന്താ എന്ന് എന്റെ തലയിൽ ഒരു ബോധോദയം. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ നീ ഒറ്റക്ക് ഇത് ചെയ്യണ്ട, ഇത് നീ ഒറ്റക്ക് ചെയ്താൽ, അപ്പോൾ എന്നോട് വേറെ ആരോ പുറകുന്ന് പറയുമ്പോൾ മുത്തശ്ശേ നീ ഇത് ഒറ്റക്ക് ചെയ്യുമ്പോൾ നിനക്ക് മാത്രമേ കൂലി കിട്ടുന്നുള്ളൂ. കാരണം ഈ തഫ്സീർ ആയിഷ എടുക്കും പോലെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അത് എനിക്കല്ലേ കൂലി കിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പം പല സഹോദരിമാർ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ സ്റ്റുഡൻസിനെ വെച്ച് എടുക്കും. സ്റ്റുഡൻസ് അല്ല പാർട്ടിസിപ്പൻസ് എന്നാണ് പറയാൻ, അവര് സ്റ്റുഡൻസിന്റെ സമയം കഴിഞ്ഞു അല്ലെ. അവരെ വെച്ച് എടുക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആയത്ത് വിശദീകരിച്ച്, അത് മാത്രമല്ല അവര് വിശദീകരിച്ചതിന്റെ പേരിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഇതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടായേക്കാം, അവരും ഇതുപോലെ ഈ തഫ്സീറിൽ പങ്കെടുത്തേക്കാം. അപ്പൊ അങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ തോന്നി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അങ്ങനെ അങ്ങനെ ചെയ്യുന്ന പക്ഷം, അതായത് പിന്നെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ നിന്ന് ഏറ്റവും നല്ല ലേഡീസിനെ മാത്രം പെറുക്കിയെടുത്ത് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുമ്പോൾ അത് ലേഡീസ് മാത്രമല്ല കേട്ടോ, കുട്ടികൾ വരെ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ലേഡീസ് ആണ്, അതല്ല സോറി പിന്നെ ഗേൾസ് ബാച്ചാണ്. ആ ഗേൾസ് ബാച്ചിൽ നിന്ന് ഓരോ കുട്ടികളൊക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ട അന്തം മുട്ടിപ്പോ. മാത്രമല്ല ആ ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ട് അത് ഉമ്മയും പിന്നെ ഏട്ടത്തിയും വല്യമ്മയും ഒക്കെ കേട്ട് പഠിച്ചിട്ട് ഒരു ദുബായിൽ നിന്നുള്ള ഒരു കുട്ടി, ഒരു 5 വയസ്സായ മോള് ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് സ്പീച്ച് ചെയ്യാൻ ആളില്ല എന്നും പറഞ്ഞിട്ട് ഷെഹാന പറഞ്ഞപ്പോ കുട്ടി പറയും, ഞാൻ പറഞ്ഞോളൂ, എനിക്കറിയാം പറയാനൊക്കെ പറയാനൊക്കെ. അന്നേരം ഞാൻ ചോദിച്ചു, മോളെന്താ പറയാ, ഇംഗ്ലീഷിലല്ല? അല്ല ഞാൻ മലയാളം പറഞ്ഞാ മലയാളം പറയൂ. അപ്പൊ എനിക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അത്ഭുതമായി പോയി. നമ്മുടെ കുട്ടികൾ വരെ നമ്മൾ ഈ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അല്ലെ. അതുപോലെ എന്റെ മോള് ഒരു കുട്ടി ഉണ്ട്, അവനും ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പ്രേന്റെ ബോട്ടിലോ എന്തെങ്കിലും മയക്കാക്കി പഠിച്ചിട്ട് നമ്മൾ പറയുമ്പോലൊക്കെ പറയാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് മാത്രമല്ലാതെ മറ്റുള്ള കുട്ടികളിലേക്കും മറ്റുള്ള ഇതര വിമൻസിനും അതൊരു മോട്ടിവേഷൻ ആയി മാറുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ്, നമ്മൾക്ക് ഓരോ സംരംഭം നമ്മൾ ആരംഭിക്കുമ്പോ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഏറ്റവും നടക്കുകയല്ലേ, ഇതെന്താ ചെയ്യണോ ചെയ്യണ്ട. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ഒറ്റക്ക് ഇത് ചെയ്യാൻ എനിക്ക് പറ്റുമോ? അന്നേരം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാ, അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറയാം, നീ ഒറ്റക്ക് ചെയ്യണ്ട, നീ ചെയ്താൽ നിനക്ക് മാത്രമേ കൂലി കിട്ടും, മറ്റേ നിന്റെ സ്റ്റുഡൻസിനും കൂടെ അതിൽ ഭാഗവാക്കാവട്ടെ, അവരും പങ്കാളികളാവട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ ഷെഹാനായിട്ടും പിന്നെ സുബേനായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവരൊക്കെ റെഡി, ഡബിൾ ഓക്കെയാണ്, അവർക്കൊക്കെ പറയാൻ നല്ല താല്പര്യമുണ്ട് അല്ലെ. പിന്നെ മറ്റു ചിലർ പറയുന്നത് നമ്മള് പിന്നെ തജ്വീദ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മറ്റേ
തിലാവ ശരിയല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് എല്ലാം പഠിച്ചിട്ടൊന്നും അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊന്നും ദഅവ നടത്തിയിരുന്നത്. ഇവൾ ഉമർ ഖത്താബിന്റെ കഥ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഉമർ ഖത്താബ് എത്രാമത്തെ വയസ്സിലാണ് ദീനിലേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറബി കോളേജിൽ പഠിക്കുക, അഫ്ളലുൽ ഉലമ പിന്നെ കോഴ്സിന്റെ ഡിഗ്രി വാങ്ങുക, അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മാത്രമേ ദീൻ പഠിപ്പിക്കാവൂ എന്നുള്ള ഒരു അജണ്ടയൊന്നും നമുക്ക് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടില്ല. നമുക്ക് അറിയുന്ന ഒരാളും ഒരു ചെറുതാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് എല്ലാവരും തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ, അപ്പൊ ഇവര് കുട്ടികളൊക്കെ ഒരു ക്ലാസ് എടുക്കാനൊക്കെ പറയുമ്പോൾ അവരൊരു ടീച്ചർ നമുക്ക് തജ്വീദ് ശരിയില്ല, തിലാവ ശരിയില്ല. അപ്പൊ ഞാൻ പറയാം സാരമില്ല, ഇത് കേൾക്കുന്നവർക്കും അറിയാം. തജ്വീദ് നന്നായി പഠിച്ചവരും ഒരുവിധം പഠിച്ചവരും ഇപ്പം തന്നെ നമ്മുടെ പണ്ഡിത സഭകളിൽ പോലും തജ്വീദ് അറിയാത്ത പണ്ഡിതന്മാരുണ്ട്. കാരണം അവരും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തജ്വീദ് ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ പാഠശാല ഭാഗമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ശരിക്കില്ല, അതൊന്ന് മണിച്ചൊക്കെ ഓതും, എന്നിരുന്നാലും ശരിയായ തജ്വീദ് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ആ ഒരു കാരണം പറഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കാതെ ഇരിക്കരുതെന്ന് പ്രത്യേകം ഞാൻ സഹോദരിമാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. അള്ളാഹു സൂറത്തുൻ നിസായിലെ 69-ാമത്തെ വചനം, യുതീഇല്ലാഹു വറസൂല, ആരൊരുവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെ അനുസരിക്കുക, ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു, അവർ അള്ളാഹു പ്രവാചകരെ അള്ളാഹു അനുഗ്രഹിച്ച അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഅ വസ്സാലിഹീൻ വഹുസ്ന ഉലൈക റഫീഖ. അതായത് അവര് പ്രവാചകന്മാര് സത്യസന്ധന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹ്യങ്ങളോടൊപ്പം ആയിരിക്കും. എത്ര നല്ല കൂട്ടുകാരും അല്ലേ. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളാണിത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സാധാരണഗതിയിൽ എല്ലാവരും തന്നെ ചെയ്യാന്ന് വെച്ചാൽ കോഴ്സ് പഠിച്ച് പൂട്ടി അലമാരിയിൽ വെച്ച് പൂട്ടി. എന്നാ വെച്ചാൽ ഞാൻ ഇവരെ ഗ്രൂപ്പ് പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റുഡൻസിനെ അതിന് സമ്മതിച്ചിട്ടില്ല. അവരോട് പറഞ്ഞു, നമ്മളെ കോഴ്സ് പഠിച്ചു പോയാലും നിങ്ങൾ ആരും ഈ ഗ്രൂപ്പ് വിട്ടുപോയതിന് തറവാട് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അവര് ഇൻസ്ട്രക്ഷൻ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും അവരൊക്കെ ഈ ഗ്രൂപ്പിൽ ആഡഡ് ആണ്, നമ്മളായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എല്ലാ കാര്യത്തിലും ഒരു വെളിപ്പാട് അകലെ അവരുണ്ട്. ഈ രീതിയിൽ ഇനിയും ഒരുപാട് സ്ത്രീകൾ, ഇപ്പൊ ഞാനിപ്പോ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ പിന്നെ പഠിപ്പിച്ചു വിട്ടു എന്ന് പറയുന്ന സ്ത്രീകളൊക്കെ തന്നെ ഓൾറെഡി അവരൊരുപാട് ചിലപ്പോൾ ചിലര് നല്ല ഭൗതികമായ BEd CA MA അങ്ങനെ പല ഡിഗ്രി ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ അഫ്ളലുൽ ഉലമ പഠിച്ചവരായിരിക്കാം, ചിലപ്പം പിന്നെ ഖുർആനിക് ഫീൽഡിൽ ടീച്ചറായിരിക്കാം, മദ്രസ ടീച്ചർ. പക്ഷെ അവരൊക്കെ തന്നെയും അവർക്ക് നേരിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു പേടി കാരണം ഇങ്ങനെ മടിച്ചു നിന്നതായിരുന്നു. വന്നതോടുകൂടി അവർക്കെല്ലാം ആ വിഷയത്തിൽ അവർക്കെല്ലാം നല്ല എന്താ പറയാ ഒരു എക്സലന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടി എന്ന് വേണം പറയാൻ. ഇതുപോലെ പലരും നമ്മുടെ പിന്നെ വീടുകളിൽ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരുണ്ടായിരിക്കാം മേ ബി. പക്ഷെ നിങ്ങളൊക്കെ എല്ലാം തന്നെ ഇപ്പൊ ഈ ദായിമാരൊരു ഒരു വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഇപ്പൊ നിങ്ങളും പഠിക്കുന്നു യാസീൻ, ഞാനും പഠിക്കുന്നു, നിങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ 10 ആള് യാസീൻ പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, അല്ലെ യാസീനെ പഠിക്കുന്നു, ലാഷ് പഠിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ച ഈ യാസീൻ നമ്മൾ പലരിലേക്കും അത് പല രീതിയിലും, ചിലപ്പോ യാസീൻ തന്നെ തഫ്സീർ ചെയ്യും, അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ യാസീന്റെ ഒരു ആയത്തിട്ട് കൊടുക്കും അല്ലെ. അങ്ങനെ 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 നമ്മള് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും തോറും അവരൊക്കെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോ ഇതിന് പറഞ്ഞു അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ മണി ചെയിൻ മാതിരിയാണല്ലോ പ്രതിഫലം, നമുക്ക് പിന്നെ പ്രതിഫലം കിട്ടും. പക്ഷെ അതുപോലെ നിങ്ങളെ യാസീൻ പഠിച്ച അത് നിങ്ങൾ എപ്പോഴാണോ ഓതുന്നത് അപ്പൊ മാത്രമേ നിങ്ങൾക്ക് കൂലിയുള്ളൂ. മനസ്സിലായില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അടിവരെ ഇട്ട് വെക്കുക. ദാഹിമാർക്ക് എന്ന് പറയുന്ന അവർക്ക് ഒരുപാട് പ്രതിഫലമാണ് അല്ലെ. ഭൂമിയിലെ പിന്നെ മണൽത്തരികളോളം, പിന്നെ കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ നക്ഷത്രങ്ങളും ആകാശത്തിലെ മലക്കുകളും എല്ലാ മലായിക്കത്തുകളും എല്ലാം അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും എന്നാ പറയുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ദായികളായി മാറാൻ ശ്രമിക്കുക. ഇതുപോലെ മുഫസ്സിർ ആവാനും അല്ലേ, അതൊക്കെ നമ്മളൊക്കെ പണ്ട് വെറുതെ വിചാരിച്ച കാര്യം. പക്ഷെ ഇപ്പൊ നമുക്ക് സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അടുത്തെത്തിച്ചു തന്നിരിക്കുന്നു.
നമ്മൾ ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെ, നോ ഡൗട്ട്. ബിക്കോസ് ധാരാളമായിട്ട് സ്ത്രീകൾ പിന്നെ തഫ്സീർ രംഗത്തേക്ക് കച്ച കെട്ടി ഒരുങ്ങി പുറപ്പെടുകയാണ് അല്ലെ. ഇവരെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് മുൻനിരയിൽ ചുക്കാൻ പിടിക്കുന്നവരായിത്തീരും എന്നതിൽ സംശയമില്ല. മാഷാ അല്ലാഹ്. പണ്ടൊരു ചെല്ലുണ്ട്, നെയ്യപ്പം തിന്നാ രണ്ട് കാര്യം എന്ന പോലെ. തഫ്സീർ കേൾക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ തഫ്സീറിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, അത് വ്യത്യസ്തമായ അഭിരുചിയിൽ, വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഒരു പറ്റം സഹോദരിമാർ ഇസ്ലാമിക ദായിമാരായി കൊണ്ടുവരികയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മൾ മറ്റുള്ള തഫ്സീർ ക്ലാസ്സുകളിൽ കേൾക്കുമ്പോൾ ഒരാൾ തന്നെ എടുക്കും, നമ്മൾ തന്നെ കേൾക്കും. പക്ഷെ ഇവിടെ അതല്ല, വ്യത്യസ്ത സ്റ്റുഡൻസ് ആണ് എടുക്കുന്നത്, അല്ല ലേഡീസ് ആണ് എടുക്കുന്നത്. അവർ ഓരോരുത്തരും തന്നെ അതിൽ ഓരോ വിഷയത്തിലും ഓരോ രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഒരു പറ്റം സഹോദരിമാർ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ ഭാവിയിലെ ദായികളായിട്ട് മാറ്റാനും സാധിക്കുന്നു അല്ലെ. പൊന്നെ സ്ത്രീ, അത് നമ്മളെ നാട്ടിലുള്ള ഷെബ്ന, അവരിപ്പോ ഇവിടെ പൂനെയെല്ലാം താമസിക്കുന്ന നമ്മളെ നാട്ടിലെ, അതങ്ങനെ എല്ലാവരും തന്നെ ആ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മൾ അറിയുകയും ചെയ്യുന്നു അല്ലെ. പിന്നെ നാലാമത്തെ ഒരേ ആളിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ബോറടിയും ഇല്ല. മാത്രവുമല്ല, വ്യത്യസ്തമായ ലോകത്തിലേക്ക് ഒരുപാട് മുഫസ്സിറുകളെ പ്രദാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. ലോകത്തിലേക്ക് തന്നെ ലേഡി മുഫസ്സിറുകൾ ധാരാളമായിട്ട് ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്, പക്ഷെ മലയാളത്തിലൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഖുർആൻ സ്റ്റുഡൻസ് ധാരാളമായിട്ടുണ്ട് അല്ലെ. തജ്വീദ് ചെയ്യുന്നവരും, ഹിഫ്ള് ചെയ്യുന്നവരും, തിലാവ ചെയ്യുന്നവരും, SLRC പോലെയുള്ള പിന്നെ ഒരുപാട് കോഴ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. പക്ഷെ അവരെല്ലാം തന്നെ അവരുടെ കഴിവിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞ് പഠിപ്പിച്ച് അവരും നമ്മളും ഒരേപോലെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദഅവ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്നത് പോലും പ്രതിഫലമായിരിക്കും. ഉദാഹരണമായിട്ടാണെങ്കിൽ ഞാനിപ്പോ ളുഹാ നിസ്കാരത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും, ളുഹ എങ്ങനെ നിസ്കരിക്കല്, അത് ഇഷ്റാഖ് മതിയോ, അല്ലെങ്കിൽ ളുഹ 10 മണിക്ക് സ്കരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ 12 മണി ആയാൽ പറ്റും, എങ്ങനെയാ എന്റെ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ അതിനെ സംശയ നിവാരണ ക്ലാസ് തന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ളുഹാ നമസ്കാരം തുടങ്ങി. പക്ഷെ ഞാൻ ഇന്നിപ്പോ ളുഹ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നാലും എത്രയോ ആളുകൾ നിസ്കരിക്കുന്ന പ്രതിഫലം എന്റെ അമലിന്റെ റെക്കോർഡിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുകയെ. അത് അവരെങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞ് അതിന്റെ സാങ്കേതിക വശങ്ങളും ഖുർആനും ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് അതിന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടുള്ള ഒരു പ്രാധാന്യമാണ്. അതുപോലെ തന്നെ നമ്മള് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണ ഏതൊരു ബുക്ക് എടുത്ത് നോക്കിയാലും ആ ബുക്കിന്റെ റെഫറൻസ് എടുത്ത് നോക്കിയാൽ ആ ബുക്കിലെ വിശദീകരണത്തിൽ ആ ബുക്കിനെ കുറിച്ച് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അല്ല എന്താണ് സയൻസ് ആയിട്ട് എഴുതിയാണെങ്കിൽ ഇപ്പൊ ബ്രെയിനെ കുറിച്ചാണെങ്കിൽ അത് പഠിക്കാം, പോലീസ് ആണെങ്കിൽ ഫോറൻസിക് ലാബിനെ കുറിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എഴുതി അത് മാത്രം, വക്കീലാണെങ്കിൽ കേസിനെ ജഡ്ജാണെങ്കിൽ എഴുതി അത് മാത്രം. പക്ഷെ ഖുർആനിൽ എന്തുണ്ട് ഇല്ലാത്തത് അല്ലേ. ഖുർആനിൽ പണ്ടൊരു തമാശക്ക് ഒരു പൊറാട്ട ഇടുന്ന കഥ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ. പൊറാട്ട എത്ര എണ്ണം കിട്ടും 1 കിലോ പൊടിക്കുന്നു ചോദിച്ചപ്പോ അത്ര പോലും ഒരു വിഷയവും ഇല്ല അല്ലെ. ആദം നബി മുതൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല, തെറ്റാണ്. അതായത് ലൗഹുൽ മഹ്ഫൂദിൽ പേന സൃഷ്ടിച്ച കാലം മുതലില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ബാക്കി ഹദീസിലൂടെയും നമ്മളെ പഠിപ്പിച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ നല്ലൊരു സദസ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് ദുആ ചെയ്യാം. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത വമിൻ ദുരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ അല്ലെ. അല്ലാഹുവേ നമ്മുടെ മക്കളെ നമസ്കാരമുള്ള നല്ല സ്വാലിഹായ മക്കളായി തീർക്കണമേ റബ്ബേ. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലാഹ് ജനങ്ങൾക്ക് എന്നെന്നും ഉപകാരപ്രദമായി തീരണമേ റബ്ബേ. ഇന്നക അൻത സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതെപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലെ നമ്മളും പ്രാർത്ഥിക്കലുണ്ട് അല്ലേ. നമ്മുടെ കുടുംബജീവിതം നന്നാവാനും കുട്ടികളും മുത്തഖീങ്ങൾക്ക് ഇമാമാവാനും അല്ലേ. അതൊരു വല്ലാത്തൊരു ദുആണ്. അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ അതിന് സമയമില്ല. ഇനിയും നമ്മുടെ സ്പീച്ചിന് ഇനിയും ആള് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിർത്തട്ടെ. പിന്നെ വനുനസ്സിലു മിനൽ ഖുർആനി
മാ ഹുവ ശിഫാഉ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതായത് ഖുർആൻ വിശ്വാസികൾക്ക് ശിഫയും കാരുണ്യവുമാകുന്നു. അങ്ങനെ ഖുർആനെ കൊണ്ട് പറയുകയാണെങ്കിൽ അല്ലെ, നമ്മൾ എത്ര ഏടുകൾ പറഞ്ഞാലും ഖുർആന്റെ വിശദീകരണങ്ങളും അത്ഭുതങ്ങളും തീരുകയില്ല. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ ഈ തുടങ്ങി വെച്ച ആരംഭ ശൂരത്തോടു കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ധാരാളം ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ഈ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ദിവസങ്ങളിൽ 6 PM തുടങ്ങുക. അതിനിപ്പോ കേൾക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അതിന്റെ ഓഡിയോ റെക്കോർഡഡ് കോഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. എല്ലാവരും ആ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. കാരണം അതിലായിരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വാലിഹായ കർമ്മമായി റബ്ബന തഖബ്ബൽ മിന്നാ വ മിൻകും സ്വാലിഹ അഅ്മാലി യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ നമ്മോട് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ സ്വീകരിക്കാനും അതിൽ ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും കാത്തിരിക്കുവാനും കൂടുതൽ ഖിറാഅത്തിൽ ശ്രദ്ധിക്കുവാനും ഒരുപാട് ദിക്റുകൾ ചെല്ലുവാനും 170,000 കൂടിയുള്ള ഈ പരിശുദ്ധ റമളാനിൽ 5 മിനിറ്റ് പോലും പാഴാക്കാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകിയ റബ്ബേ, റമളാനിലും ഈ തഫ്സീർ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇതെല്ലാവർക്കും അതിന്റെ വളരെ എളുപ്പമായിട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കണമേ റബ്ബെ. ഈമാനും തഖ്വയും ഇസ്സത്തും ഖുദ്റത്തും പ്രദാനം ചെയ്യണമേ റബ്ബെ. ഇതിന് യാതൊരു ബ്രേക്കും വരാതെ നാസ് വരെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവരുവാനും അത് കഴിഞ്ഞ് നമുക്കെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സുവർണാവസരം അല്ലാഹു ഒരുക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.